1200 ആണ്ട് ധനുമാസം മിഥുനക്കൂറ് മകീരമര തിരുവാതിര പുണർദം മുക്കാൽ നക്ഷത്രങ്ങളടങ്ങിയത്. ഈ രാശിക്കാർ കഠിനമായ പരിശ്രമത്തിലൂടെയാണെങ്കിലും നേട്ടങ്ങൾ കൈവരിക്കുകയും അതുപോലെ തൊഴിൽ പുരോഗതി ഉണ്ടാക്കുകയും കുടുംബ സന്തോഷം ഉണ്ടാക്കുകയും ചെയ്യും. അതുപോലെ വളരെ പരീക്ഷണ കാലഘട്ടമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അഗ്നി, ജലം എന്നിവയിൽ നിന്നുണ്ടാകാവുന്ന ഭയം, അതുപോലെ തൊഴിലിൽ പ്രശ്നങ്ങളുണ്ടാവുക, ശരീരസൗഖ്യം അല്പം കുറവുണ്ടാവുക, സർക്കാരിൽ നിന്ന് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, അതുപോലെ ചതി, വഞ്ചന എന്നിവയിലൂടെ ധനനഷ്ടം ഉണ്ടാവുക, അതുപോലെ മനോദുഃഖം ഉണ്ടാക്കുന്ന ചില ഘടകങ്ങൾ ഉണ്ടാവുക, ആരോഗ്യപരമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയവും പലവിധമായ ദുരിതങ്ങൾ അനുഭവം ഉണ്ടാവുകയും ഉദരവ്യാധികളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ, യൂറിനറി ഇൻഫെക്ഷൻസ് അതുപോലെ ഉണ്ടാകാവുന്നത്, അതുപോലെ വീട് വിൽപ്പന എളുപ്പം നടക്കുന്ന സമയമാണ്. അതിലൂടെ ധനാഗമം ഉണ്ടാവുകയും ചെയ്യാം. സ്ത്രീകൾ മുഖാന്തരം ഉണ്ടാകാവുന്ന തൊഴിൽപരമായിട്ടുള്ള ഇടങ്ങളിൽ സപ്പോർട്ടൊക്കെ ഉണ്ടാവുന്നു. വളരെ അനുകൂല സ്ഥിതിയായിരിക്കും. ആ കാരണത്താൽ നമുക്ക് ആദായം വളരെ ഉണ്ടാവുകയും പുരോഗതി ഉണ്ടാവുകയും അതുപോലെ സമൂഹത്തിലൊക്കെ നല്ല വില വർത്തമാനങ്ങളിൽ എന്ത് പറയുകയാണെങ്കിൽ അതൊരു വിലക്കെടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാവാം. കുടുംബത്തിലാണെങ്കിൽ വളരെ മംഗളകരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഒരു പ്രശ്നത്തിൽ അവസാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. ആ കാരണത്താൽ വല്ലാതെ മനോദുഃഖം ഉണ്ടാവാം. കൂടാതെ പിതൃദോഷം അല്ലെങ്കിൽ പിതാവിനോട് അച്ഛനോട് വർത്തമാനം പറയുന്ന സമയത്തുണ്ടാകാവുന്നതോ അല്ലെങ്കിൽ മരണാനന്തരപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും പിതൃദോഷങ്ങളായിട്ട് ഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഈ സമയത്ത് അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. തൊഴിലിലുണ്ടാകാവുന്ന തടസ്സങ്ങൾ അത് പറഞ്ഞു. ഇവയെല്ലാമാണ് ഈ രാശിക്കാർക്ക് ഈ മാസം പ്രത്യേകിച്ച് പറയപ്പെടുന്നത്. ശുഭം.